ഒരു കഥ പറയട്ടെ. ക്രോയ്സൻ്റ് ക്രൊസോങ്ങായി മാറിയ കഥ. ക്രോയ്സൻ്റ് എന്നത് പ്രധാനമായും ഫ്രാൻസ് പോലുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ പ്രഭാത ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന മനോഹരമായൊരു ബ്രെഡാണ്. ജർമ്മനിയിലേക്ക് ക്രോയ്സൻ്റ് എത്തുമ്പോൾ ഇതിനെ ക്രൊസോങ് എന്ന് വിളിക്കുന്നു. ജർമ്മൻ ക്രോസോങ്ങിൻ്റെ മികവെന്താണെന്ന് മനസ്സിലാക്കാൻ ബെർലിനിലെ ഗൊറീല കഫേയിലേക്ക് ഞങ്ങൾ പോയി. അത്യാവശ്യം പ്രശസ്തമായതിനാൽ നല്ല തിരക്കുണ്ടായിരുന്നു. ഇവിടുത്തെ ക്ലാസിക് ബട്ടർ ക്രോസോങ് ഒരുപാട് പാളികൾ കൂടിച്ചേർന്നതും നല്ല മുരിഞ്ഞതും മൃദുവായും ഉണ്ടാക്കിയെടുക്കുന്ന ഒരു അത്ഭുതം തന്നെയാണ്. ഇതുപോലെ തന്നെ ബട്ടർ, മാൻഡിൽ, പിസ്ത, ചോക്ലേറ്റ്, സലാമി അങ്ങനെ മധുരവും മാംസവും ചേർത്ത മറ്റനേകം വ്യത്യസ്തമായ രുചികൾ ഇവിടെ കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ ക്രോസോങ്ങിൻ്റെ കഥ ഓസ്ട്രിയയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. 17-ാം നൂറ്റാണ്ടിൽ ഓസ്ട്രിയയിലെ കിപ്ഫറിൽ എന്ന പേസ്ട്രിയായാണ് ക്രോസോങ്ങിൻ്റെ പ്രചാരം തുടങ്ങിയത്. പിന്നീട് 1770-ൽ ഓസ്ട്രിയൻ രാജകുമാരി മേരി അറ്റോയിനറ്റ് ഫ്രാൻസിൽ എത്തിച്ചതോടെയാണ് ഇത് ഫ്രഞ്ച് പേസ്ട്രിയായി മാറിയത്. ചേക്കേറുന്നിടത്തെല്ലാം തനത് രുചി സൃഷ്ടിക്കാൻ കഴിയുന്ന ഈ പലഹാരം യൂറോപ്പിലെ ഒട്ടുമിക്ക രാജ്യങ്ങളുടെയും ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ ക്രോയ്സൻ്റ് എന്നല്ല ക്രോസോങ് എന്ന് തന്നെ വിളിക്കാം.